കൃപാസനം അഖണ്ഡ ജപമാല മഹാറാലിക്ക് മുന്നോടിയായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തകരുടെ ഒരുക്ക പ്രാർത്ഥനാ റാലി നടത്തപ്പെട്ടു. കൃപാസനം സ്ഥാപക ഡയറക്ടർ ഡോക്ടർ ഫാദർ വി.പി. ജോസഫ് വലിയ വീട്ടിൽ കേരളത്തിലെ നാനാഭാഗങ്ങളിലെത്തിയ പ്രേക്ഷിതർക്ക് ആവശ്യമായ നിർദ്ദേശവും പ്രാർത്ഥനാശീർവാദവും നൽകി. നിനക്ക് മുമ്പ് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നുണ്ടെന്ന് അരുളിച്ച കർത്താവേ, ഈ മക്കളെല്ലാവരും നിൻ്റെ സുരക്ഷിതമായി ഇവർ നയിക്കപ്പെടുന്ന എല്ലാ മക്കളും ലക്ഷോപലക്ഷം മനുഷ്യരെ ഇന്ന് അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അവകാശവും ഓഹരിമാക്കിക്കൊണ്ട് അങ്ങ് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും അങ്ങ് അണിനിരത്തിയിരിക്കുന്നു. ഈ പ്രാർത്ഥന പടയാളികളുടെ ഒത്തുചേരലും അവരൊരുമിച്ചുള്ള പ്രാർത്ഥനയും ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേട്ടുകൊണ്ട് ഈ ലോകത്തിന് സമാധാനം ഞങ്ങളിലൂടെ കൈവരിക്കുവാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് സ്വർഗത്തിൽ നന്ദി പറയുന്ന കർത്താവേ, ഓരോ മകനെയും മകളെ ആശീർവദിക്കണമേ, ഇവിടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ഇവരെന്ത് ഉദ്ദേശത്തിലും നിയോഗത്തിലുമാണ് ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്നത്. ആ മേഖലയിലെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെയും ജീവിത തടസ്സങ്ങളെയും അങ്ങ് ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ഞമ്മക്കളെ ആശീർവദിക്കുന്നു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജപമാല റാലി കടന്നു പോകുന്നതിന് മുന്നൊരുക്കമായിട്ട് ഞങ്ങൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥന റാലിയാണ് ഇപ്പം നടത്തുന്നത്. ഈ മധ്യസ്ഥ പ്രാർത്ഥന റാലിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, ഒന്ന്, അങ്ങ് 25-ാം തീയതി അങ്ങ് ആകർഷിച്ച് പങ്കെടുപ്പിക്കുന്ന ജനങ്ങൾ ഒരു കുഞ്ഞിൻ്റെ മേലും കർത്താവേ ഒരു ചെറിയ വേദന പോലും ഇല്ലാതെ അവർ ഭവനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹല്ലേലൂയ. കർത്താവേ, അനുകൂലമായ കാലാവസ്ഥകൾ നൽകിക്കൊണ്ട് ഈ ശുശ്രൂഷയെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും 25-ാം തീയതിയും കർത്താവ് രാത്രിയും പകലും അവസാനത്തെ കുഞ്ഞ് വീട്ടിലെത്തുന്നവരെ അങ്ങ് കാലാവസ്ഥയെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. മഹാറാലിയുടെ മധ്യസ്ഥ പ്രാർത്ഥനാ റാലി ആരംഭിക്കുകയാണ്. നമ്മളെല്ലാവരും കൃപാസനത്തിൻ്റെ ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ത്യാഗത്തോടെ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമൂഹമാണ് ഈ റാലിയിൽ നിന്ന് പങ്കുചേരുന്നത്. നമ്മുടെ വലിയ സംരക്ഷണയിൽ നമ്മുടെ കുടുംബങ്ങളെ റാലിയിലേക്ക് 25-ാം തീയതി വരുന്ന തീർത്ഥാടക ലക്ഷ്യങ്ങളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ റാലിയിൽ പങ്കുചേരാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും വിശ്വാസ സഹസ്രങ്ങൾ കയ്യിൽ ജപമാലയുമെന്തി കൃപാസനം മരിയ സന്നിധാനത്ത് നിന്ന് അർത്തിങ്കൽ വഴി പ്രാർത്ഥനാപൂർവം അണിചേർന്നു. കൃപാസനമാതേ മറിയാംബികേ വരദാനവാരിധി ജപമാല റാണി ആവേ 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 മരിയ കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനമാതേ മറിയാംബികേ വരദാനവാരിധി. ജനലക്ഷങ്ങളുടെ പാദസ്പർശനത്തിൽ അഭിഷിക്തമായ അർത്തിങ്കൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പുണ്യമൈതാനിലെത്തിച്ചേർന്നപ്പോൾ ബസിലിക്കായുടെ ആധീനനായ റെക്ടർ ഡോക്ടർ ഫാദർ യേശുദാസ് കാട്ടിങ്കൽ തൈലും സഹവൈദികരും ചേർന്ന് റാലിക്ക് സ്വീകരണം നൽകി. സ്നേഹമുള്ള വി.പി. ജോസഫ് അച്ഛൻ, പ്രിയ അച്ഛൻ, പ്രിയ അച്ഛന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, 25-ാം തീയതി കൃപാസനത്തിൻ്റെ മഹാജപമാല റാലിയുടെ മുന്നോടിയായി ഈ മംഗങ്ങളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും അനുസരിച്ചനും ഈ കൃപാസനത്തിൽ നിന്ന് ഒരു ട്രയൽ നടത്തി നടന്ന് നമ്മുടെ ബസിലിക്കയിലെത്തിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ആയിരിക്കും 25-ാം തീയതിയും രാവിലെ പുറപ്പെടുന്നത്. ഇവിടെ എത്തി ഈ ദേവാലയത്തിലേക്ക്
കൂട്ടായ്മയ്ക്ക് ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക്, ബസിലിക്കയുടെ പേരിലുള്ള ഇവിടുത്തെ അച്ഛന്മാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും കൈക്കാരന്മാരുടെയും ഇടവക ജനങ്ങളുടെയും പേരിലുള്ള ഏറ്റവും ഊഷ്മളമായ സ്വാഗതം സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. തുടർന്ന് കൃപാസന ഡയറക്ടർ ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ പ്രേക്ഷിതരുടെ സമസ്ത നിയോഗങ്ങളെയും സമർപ്പിച്ച് അവരുടെ കുടുംബങ്ങളെയും ജീവിത വ്യാപാരങ്ങളെയും സമർപ്പിച്ച് 2025 ഒക്ടോബർ 25 പങ്കെടുക്കുന്ന ലക്ഷോപലക്ഷം തീർത്ഥാടകരെ സമർപ്പിച്ച് പ്രേക്ഷിതരെ ആശീർവദിച്ച് അനുഗ്രഹിച്ചയച്ചു. ഇനി വിശുദ്ധിയുടെയും ഒരുക്കത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദൈവത്തിൻ്റെ ഒരു ഉപകരണമാണ് നമ്മൾ. പരിശുദ്ധന്മാരിലൂടെ ദൈവം നൽകിയ ഒരു ദൈവ വിളിയാണ്. അവിടെ 22 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാതിരുന്ന ഇടങ്ങളിലേക്ക് 7 പേരെ അയച്ചതുപോലെ നമ്മെ വിഷയത്തിൻ്റെ വലിയ അഭിഷേകമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ദൈവമഹത്വത്തിന് വേണ്ടി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും കാഴ്ചവെക്കാൻ നമ്മൾ ഒരു വർഷത്തെ ഒരുക്കമാണ് പലരും ഈ അഗ്നി നിലനിൽപ്പ് നിൽക്കുന്ന പ്രവർത്തനം. അതുപോലെ തന്നെ എഴുതിയുടെ ജോലി ആക്ഷേപമില്ലാതെ ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ പരിശുദ്ധ ഈ കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ബോധ്യത്തിലെ പരാതിയില്ലാതെ ഇന്ത്യയിൽ സംഭവിച്ച പരിശുദ്ധ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലും ഉണ്ടായാൽ അതിന് ഹൃദയപോലെ ക്ഷമിച്ച് നമ്മുടെ ആ കുരിശുകളെ നമ്മുടെ കൃപയായി മുതൽ കൂട്ടി സുവിശേഷ സാക്ഷ്യത്തിന് രൂപത്വമാക്കാൻ ദൈവം അതിന് ആവശ്യമായി കരുതി കുടുംബത്തിൽ ഉപയോഗിക്കാൻ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. അതേസമയം തന്നെ ആശീർവാദം നൽകാൻ എല്ലാവരും ഈശ്വര വാഗ്ദാനങ്ങളുണ്ടാകുവാൻ സുഖസ്ഥനായ പിതാവേ, നന്ദി സ്വസ്തി